Hi friends, welcome back to German Diaries. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അതായത് നിങ്ങളിപ്പോൾ നാട്ടിലാണ്, നിങ്ങൾക്ക് ജർമ്മനിയിൽ വന്നിട്ട് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നഴ്സിംഗിന്റെ ഒരു നഴ്സിംഗിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന്റെ കുറച്ച് ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ്. അപ്പം നിങ്ങൾ നാട്ടില് ജർമ്മൻ പഠിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ജർമ്മനിയിൽ വന്ന് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എന്തൊക്കെയാണ് ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കോഴ്സിൽ ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കാൻ എളുപ്പമാണോ പാടാണോ പഠിക്കാനായിട്ട്, ഇതിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, നമ്മൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യാം, അതിന്റെ സാലറി എങ്ങനെയാണ്, എത്ര വർഷമാണ് ഈ കോഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു 3 വർഷത്തെ പ്രോഗ്രാം ആണ്. അതായത് നമ്മൾ 3 വർഷം ഇവിടെ വന്നിട്ട് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പഠിക്കണം. ഈ 3 വർഷം പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് നമുക്ക് ഒന്നുകിൽ ഹോസ്പിറ്റലിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം, അതായത് ആൾട്ടൻഹൈം, അവരുടെ കീഴിലും നമുക്ക് ഹൗസ് ബിൽഡിംഗ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ആംബുലാൻഡ് ഫ്ലീഗഡിയൻസ് എന്ന് പറയും. അതായത് നമ്മൾ പേഷ്യൻസിന്റെ വീട്ടിൽ പോയിട്ട് അവരെ നോക്കുന്ന ഒരു ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ഏജൻസിയുടെ കീഴിലും നമുക്ക് ഇവിടെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാം. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഹൗസ് ബിൽഡിംഗ് ബെട്രീബ് ആണ്. അതായത് ഹൗസ് ബിൽഡിംഗ് കോമൺ ആയിട്ട് കൂടുതൽ ആളുകളും ചെയ്യുന്നത് ഒന്നുകിൽ ഹോസ്പിറ്റലിന്റെ കീഴിലോ അതല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിന്റെ കീഴിലോ ആയിരിക്കും. ഞാൻ ചെയ്യുന്നത് ഓൾഡ് ഏജ് ഹോമിന്റെ കീഴിലാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരായാലും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഹൗസ് ബിൽഡിംഗ് നിങ്ങൾ ചെയ്യുന്നവരായാലും, നിങ്ങൾ അവിടെ മാത്രമല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർ ഹോസ്പിറ്റലിൽ മാത്രമായിരിക്കില്ല 3 വർഷം കൊണ്ട് ഹൗസ് ബിൽഡിംഗ് കംപ്ലീറ്റ് ആക്കുന്നത്. മറിച്ച് അവര് ഓൾഡ് ഏജ് ഹോമിലും അതുപോലെ തന്നെ പീഡിയാട്രി, അതായത് കുഞ്ഞു കുട്ടികളുടെ അതായത് പീഡിയാട്രീഷ്യ ക്ലിനിക്കിലും അവർക്ക് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ പ്രാക്ടിക്കൽ അവർക്ക് അവിടെയും ചെയ്യാൻ പറ്റും. അതുപോലെ ആംബുലാന്റ് ഡെന്റിസ്റ്റ്, നേരത്തെ പറഞ്ഞ പേഷ്യൻസിന്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ അവരെ നോക്കുന്ന ആ ഒരു രീതി, അവിടെയും നമ്മൾ നമ്മുടെ ഈ 3 വർഷത്തെ ഹൗസ് ബിൽഡിങ്ങിന് ഇടയിൽ അവിടെയും നമ്മൾ പ്രാക്ടിക്കും ചെയ്യുന്നുണ്ട്. ഇനി എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പഠിക്കാനായിട്ട് എളുപ്പമാണോ എന്ന്. എന്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പഠിക്കാനായിട്ട് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു പുതിയ ലാംഗ്വേജിലാണ് നമുക്കൊരു ഫ്രണ്ട് സ്പ്രാഹയാണ് ജർമ്മൻ, അതായത് ഒരു ഫോറിൻ ലാംഗ്വേജ്, നമ്മളൊരു പുതിയ ലാംഗ്വേജ് പഠിച്ച് ആ ലാംഗ്വേജിലാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും അതുപോലെ നമ്മൾ പ്രാക്ടിക്കും ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ സംസാരിക്കുമ്പോൾ എല്ലാം ഒരു പുതിയ ഒരു ലാംഗ്വേജ് ആണ്. തീർച്ചയായിട്ടും അപ്പൊ ഈ ലാംഗ്വേജ് ഒന്ന് മനസ്സിലാക്കി എടുക്കാനും അതുമായിട്ടൊന്ന് ഗെയിൻ ചെയ്യാനൊക്കെ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എത്രത്തോളമാണ് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് നമ്മുടെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എളുപ്പമാണോ അതോ പാടാണോ എന്ന് നമുക്ക് സ്വയമായിട്ട് വിലയിരുത്താൻ പറ്റാം. നിങ്ങൾ നാട്ടിൽ നിന്ന് ബീച്ച് കഴിഞ്ഞ് വന്നവരാണെങ്കിൽ കൂടി നമ്മൾ നാട്ടിൽ പഠിച്ച രീതിക്കുള്ള കാര്യങ്ങളായിരിക്കില്ല നമ്മൾ ഇവിടെ വരുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് മറ്റുള്ളവരായിട്ട് ജർമ്മനിൽ സംസാരിച്ച് അവരുടെ അടുത്ത് ഇടപഴകി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ആവുകയാണെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനും അതുപോലെ നല്ല രീതിക്ക് നമുക്ക് ജർമ്മൻ ഈസിക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് നമുക്ക് പഠിക്കാനും പറ്റും. സോ നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്കിംഗ് ആണ്, നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് നിങ്ങൾക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഇവിടെ 3 വർഷം ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡ്, അതല്ലെങ്കിൽ നമുക്ക് മന്ത്ലി നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന നമ്മുടെ സാലറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ ഇവിടെ വന്ന് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാനൊരു ഏകദേശം ഒരു എമൗണ്ട് ആണ് പറയുന്നത്. ഇത് ജർമ്മനിയിലെ സ്റ്റേറ്റ്സ് അനുസരിച്ച് ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഏകദേശം കണക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഇയർ ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1300 സംതിങ് യൂറോസ് ആയിരിക്കും.
ഒരു 1350 അങ്ങനെ ആ ഒരു രീതിക്കായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ക്രെഡിറ്റ് ആവുന്നത്. അത് നിങ്ങൾ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേനും അത് 1400 സംതിങ്ങും, അത് നിങ്ങൾ തേർഡ് ഇയർ ആകുമ്പോൾ 1500 ഈ ഒരു റേഞ്ചിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് ആവുന്നത്. ഇത് നിങ്ങളുടെ ബ്രൂട്ടോ കണക്കാണ്. അതായത് നിങ്ങൾക്ക് ടാക്സും കാര്യങ്ങളും സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസിനൊക്കെ മുൻപേ ഉള്ള എമൗണ്ട് ആണ് ഇത്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ എമൗണ്ടിലേക്ക് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 100-200 യൂറോ പിടിച്ചിട്ടായിരിക്കും ബാക്കി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. ആൻഡ് ഈ ക്രെഡിറ്റ് ആവുന്ന എമൗണ്ടിൽ നിന്ന് നിങ്ങളുടെ ചെലവ്, അതുപോലെ നിങ്ങളുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് പോകുന്നവരാണെങ്കിൽ അതിന്റെ എമൗണ്ട്, അതുപോലെ നിങ്ങളുടെ റെന്റ്, അങ്ങനെ നിങ്ങളുടെ എല്ലാ ചെലവുകളും ഇതിൽ നിന്ന് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. സോ ഇനി നമ്മൾ ഇവിടെ നേഴ്സായിട്ട് വർക്കിന് കയറി എന്ന് വിചാരിക്കും. നമ്മൾ 3 വർഷത്തെ ഹൗസ് ബിൽഡിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മളിവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി പറ്റി നോക്കാം. നമ്മളിവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു ഏകദേശം ഒരു എമൗണ്ട് ആണ് പറയുന്നത്. ഇത് സ്റ്റേറ്റ്സ് അനുസരിച്ച് ഇത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 3500 യൂറോസ് ടു ഒരു 4500 യൂറോസ് വരെയാണ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് മന്ത്ലി കിട്ടുന്ന ബ്രൂട്ടോ സാലറി ടാക്സിന് മുൻപ്. ഇതിൽ നിന്ന് നമ്മുടെ ടാക്സും സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസും ഒക്കെ പോകും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് കിട്ടുന്നത് ഒരു 4000, അതായത് ഒരു 3800, ഒരു 3900 ആണ് എനിക്ക് മന്ത്ലി കിട്ടുന്ന സാലറി എന്നുണ്ടെങ്കിൽ എനിക്ക് ടാക്സും മറ്റു കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ മാരീഡ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോയർ ക്ലാസ്, നിങ്ങളുടെ ടാക്സ് ക്ലാസ് ഒന്നായിരിക്കും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ കൂടുതൽ ടാക്സ് കൊടുക്കണം. നിങ്ങളുടെ ടാക്സ് ക്ലാസ് ഏതാണോ അതനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു എമൗണ്ട് നമുക്ക് കൈ കിട്ടുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ മാരീഡ് അല്ലാത്ത, നിങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ലാത്ത ഒരാളാണ്, നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്ന ബ്രൂട്ടോ സാലറി എന്ന് പറഞ്ഞാൽ 3800 ഓർ 3900 ആണെങ്കിൽ നിങ്ങളുടെ ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 2900 അല്ലെങ്കിൽ ഒരു 3000 അടുത്തായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മന്ത്ലി ക്രെഡിറ്റ് ആവുന്നത്. ഇനി നമുക്ക് ഈ 3 വർഷത്തെ ഹൗസ് ബിൽഡിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യാൻ നോക്കാം. അതായത് നിങ്ങൾ ഓൾഡ് ഏജ് ഹോമിലായാലും ഹോസ്പിറ്റലിലായാലും എവിടെ പഠിച്ചിറങ്ങിയ ആളുകളായാലും നിങ്ങൾക്ക് എല്ലായിടത്തും, അതായത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യാം, ആംബുലാന്റ് ഫ്ലേഗഡിൻസ്, അതായത് പേഷ്യൻസിനെ വീട്ടിൽ പോയി നോക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇന്റൻസീവ് ഫ്ലേഗ് അവിടെ വർക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് നിർദ്ദിഷ്ടമായിട്ട് നമുക്കുണ്ട്, ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് സെൽഫായിട്ട് ഡിസൈഡ് ചെയ്യാം നമുക്ക് നമ്മുടെ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞതിന് ശേഷം ഏത് മേഖലയിലാണ്, ഏത് സെക്ഷൻ, ഏത് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ഡ്യൂട്ടീസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ അവിടെയുള്ള പേഷ്യൻസിനെ നോക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടും നമുക്ക് കിട്ടുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മോർണിംഗ് ഡ്യൂട്ടി, അല്ലെങ്കിൽ ഈവനിങ് ഡ്യൂട്ടി, അതല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി. ഈ 3 ഡ്യൂട്ടിയാണ് നമുക്ക് അവിടെ ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലായാലും അവിടെ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന ഡ്യൂട്ടി അനുസരിച്ചായിട്ട് ആയിരിക്കും നിങ്ങളുടെ ഔഫ്കാപ്പിൽ, അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് മോർണിംഗ് ഡ്യൂട്ടി ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേഷ്യൻസിനെ അവരെ ഒന്നുകിൽ നമ്മൾ പേഷ്യൻസിനെ കുളിപ്പിക്കണം, അതല്ലെങ്കിൽ നമ്മൾ പേഷ്യൻസിനെ വാഷ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുക. അതുപോലെ പേഷ്യൻസിന് നമ്മൾ ഫുഡ് കൊടുക്കുക. ഇപ്പോൾ സെൽഫായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടി നമ്മൾ ഫുഡ് എടുത്ത് നമ്മൾ അവർക്ക് സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. പിന്നെ എപ്പോഴും നമ്മൾ പേഷ്യൻസിന് വേണ്ടി അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനോ അവർക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. ഇതിന് പുറമെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. മെഡിസിൻസ് ഒക്കെ എടുത്തു വെക്കുക, അതല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിനെ കാണാൻ വരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരോട് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. സോ നമ്മളിവിടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഡ്യൂട്ടിക്കിടയിലും ഒരു 30 മിനിറ്റ് ബ്രേക്ക് കിട്ടും. നിങ്ങൾ രാവിലത്തെ ഡ്യൂട്ടി ആയാലും ഉച്ചക്കത്തെ ഡ്യൂട്ടി ആയാലും അതുപോലെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിലും നൈറ്റ് ഷിഫ്റ്റിന് കുറച്ച് ബ്രേക്ക് കൂടുതലുണ്ട്. ബട്ട് രാവിലത്തെയും ഉച്ചക്കത്തെയും ഡ്യൂട്ടിക്ക് നമുക്ക് 30 മിനിറ്റ് നമുക്ക് ബ്രേക്ക് ആയിരിക്കും. പിന്നെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ദിവസമാണ് ലീവ് ഉണ്ടാവുക. അപ്പോൾ ലീവിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും മൊത്തത്തിൽ ഒരു ഏകദേശം ഒരു കണക്ക് പറഞ്ഞാൽ 30 ദിവസം ആണ് നമുക്ക് ആനുവൽ ലീവ് ഉള്ളത്. അതായത് ആഴ്ചയിലെ 5 ദിവസം കൗണ്ട് ചെയ്തിട്ട് 30 ദിവസം നമുക്ക് ലീവ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എക്സാംസിനെ പറ്റി നോക്കാം.
അതായത് നമ്മൾ 3 വർഷത്തെ ഈ ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ്. അതായത് ഇവിടെ അബ്ഷ്ലൂസ് പ്രൂഫ് എന്ന് പറയും, നമ്മുടെ ഫൈനൽ എക്സാം. അതിന് മുൻപേ ഉള്ള ഒരു ഇമ്പോർട്ടന്റ് എക്സാം ആണ് മിഡ് ടേം എക്സാം, അതായത് സ്വിഷൻ പ്രൂഫ് എന്ന് പറയും. അതായത് 1.5 വർഷം നമ്മൾ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് 1.5 വർഷം കഴിയുമ്പോഴാണ് നമുക്ക് സ്വിഷൻ പ്രൂഫിംഗ് ഉണ്ടാകുന്നത്, മിഡ് ടേം എക്സാം ഉണ്ടാകുന്നത്. ആൻഡ് ലാസ്റ്റ് 3-ാമത്തെ വർഷമാണ് നമുക്ക് എന്തുണ്ടാകും, നമ്മൾ അബ്ഷ്ലൂസ് പ്രൂഫിംഗ്, അതായത് ലാസ്റ്റ് എക്സാം ഉണ്ടാകുന്നത്. ബട്ട് ഈ മിഡ് ടേം എക്സാമിനും ഫൈനൽ എക്സാമിനും പുറമെ നമ്മൾ പഠിക്കുന്ന സ്കൂൾ അനുസരിച്ച് നമുക്ക് മന്ത്ലി അതുപോലെ വേറെ എക്സാംസും അവർ കണ്ടക്ട് ചെയ്യും. ഇനി നമുക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഇൻകംസിനെ പറ്റി നോക്കാം. അതായത് നിങ്ങൾ ഇവിടുത്തെ ജർമ്മനിയിലുള്ള ഹോളിഡേയ്സിലോ അതല്ലെങ്കിൽ സൺഡേയ്സിലോ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോർമലി കിട്ടുന്ന എമൗണ്ട്, അതായത് നോർമലി ഒരു മണിക്കൂറിന് കിട്ടുന്ന എമൗണ്ടിനേക്കാൾ കുറച്ച് കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ഹോളിഡേയ്സിലോ അല്ലെങ്കിൽ സൺഡേയ്സിലോ വർക്ക് ചെയ്യുകയാണെങ്കിൽ. ഇനി നമുക്ക് ഫെയിൽ സൈഡ് അല്ലെങ്കിൽ നമ്മുടെ സിക്ക് ലീവിനെ പറ്റി നോക്കാം. അതായത് നമ്മളിവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് സിക്ക് ലീവ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇത്ര മണിക്കൂർ തിയറി ചെയ്യണം, ഇത്ര മണിക്കൂർ പ്രാക്ടിക്കൽസ് ചെയ്യണം എന്ന നിർബന്ധമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര അവേഴ്സ് ആണോ തിയറി ചെയ്യുന്നത് അതിന്റെ 10% ആണ് നമുക്ക് സ്കൂളിൽ നമുക്ക് ക്രാങ്ക് മെൽഡൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ എത്ര മണിക്കൂറാണോ നിങ്ങൾ പ്രാക്ടിക്കൽസ് ചെയ്യുന്നത് അതിന്റെ 10% മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രാങ്ക് എടുക്കാനായിട്ട് അല്ലെങ്കിൽ സിക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ ഇത് യൂബർ ഷിഫ്റ്റും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ മുടക്കെടുക്കുകയാണെങ്കിൽ, അവധി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫൈനൽ എക്സാമിന് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നതല്ല. സോ ഇത്രയൊക്കെയാണ് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണം, അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.